ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ചില്ലിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ബീഫ് ചില്ലി തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 250 ഗ്രാമിൽ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലപ്പൊടികളുടെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മസാലപ്പൊടികൾ അതിനനുസരിച്ചൊന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിലുമാണ് ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. പക്ഷേ ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവും അതേപോലെ കുക്കറിൻ്റെ ക്വാളിറ്റി എല്ലാം അനുസരിച്ചിട്ട് ഇത് മാറും. അപ്പോൾ നിങ്ങൾ ബീഫ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വിസിൽ അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഞാനിവിടെ 90% വേവിച്ചെടുത്തിട്ടുണ്ട്. 90% വേവിച്ചാൽ മതി, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തും കൂടി എടുക്കും. അപ്പോൾ അത്ര വേവ് മതി. ഓവർ വെന്ത് പോയാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ നുറുങ്ങി പോകും. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്കും ബീഫും കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 1/4 കപ്പ് മാത്രമേ ഈ ഒരു സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് സ്റ്റോക്ക് മാത്രം എടുത്താൽ മതി കേട്ടോ, ഓവറായിട്ട് എടുക്കണ്ട. അപ്പോൾ നമ്മളെ ബാറ്ററി ലൂസായി പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടികൾ കൂടി വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോ കംപ്ലീറ്റ് വേണമെന്നില്ല, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3/4 ടീസ്പൂൺ എന്നുള്ളത് കാശ്മീരി ചില്ലി ആയിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല പൊടി ഇല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി, അത് 1 ടീസ്പൂൺ ഇടണം. അപ്പോൾ 1 ടീസ്പൂണ് കോൺഫ്ലോർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മതി കേട്ടോ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഇട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്ത ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായി കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്താൽ നമ്മളെ കോൺഫ്ലവർ ഒന്നും മര്യാദയ്ക്ക് മിക്സായിട്ട് കിട്ടില്ല. അപ്പം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. കാരണം ബീഫ് വേവിക്കും ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഉപ്പ് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഡ്രൈ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്കിത് നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഇത് ബീഫ് ചില്ലി ആണല്ലോ, അപ്പോൾ എരിവ് കുറച്ച് കൂടുതലുണ്ടാവും, സ്പൈസി ആയിരിക്കും. അപ്പോൾ അതും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മിനിമം അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. മാക്സിമം എത്രയായാലും അത് ടേസ്റ്റ് കൂടുക മാത്രമേ ചെയ്യൂ. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബീഫ് ഒരു 2 മിനിറ്റ് 2 ഭാഗവും ഇതേപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം പാനിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞ ബീഫാണ്. നമ്മൾ ഇപ്പോൾ കോട്ട് ചെയ്ത ആ ഒരു മസാല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടണം, അത് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-3 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ആ ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ആ ബീഫിൻ്റെ ആ ഒരു മസാല കളർ ചേഞ്ച് ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാലേൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ തരും. പച്ചമുളക് കീറിയിടേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനോടെ തന്നെ ഒരു 2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയി കേട്ടോ. ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ബീഫ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളെല്ലാം അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടും അതേപോലെ തന്നെ ഒരു സൈഡ് ഡിഷ് ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.